Hi friends, welcome back to EduMedia. नमस्ते बच्चों, आज हम चर्चा करने जा रहे हैं 10वीं कक्षा की हिंदी पुस्तक का दूसरा अध्याय। अध्याय का नाम है हताशा से एक व्यक्ति बैठ गया था। ये एक कविता है, विनोद कुमार शुक्ल जी की कविता है। वो कविता के लिए नरेश सक्सेना की टिप्पणी है यह अध्याय। विनोद कुमार शुक्ल जी की कविता के लिए नरेश सक्सेना जी की टिप्पणी। വിനോദ് കുമാർ ശുക്ലജിയുടെ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ टिप्पणिയാണ് നമുക്ക് പഠിക്കാനുള്ളത്। अध्याय का नाम क्या है? हताशा से एक व्यक्ति बैठ गया था। देखिए, हताशा से एक व्यक्ति बैठ गया था। हताशा से एक व्यक्ति बैठ गया था। व्यक्ति को मैं नहीं जानता था, हताशा को जानता था। इसलिए मैं उस व्यक्ति के पास गया। मैंने हाथ बढ़ाया। मेरा हाथ पकड़कर वो खड़ा हुआ। मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। हम दोनों साथ चले। दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। यही कविता है। देखो बच्चों, एक बहुत सी सिंपल कविता है, വളരെ ചെറിയൊരു കവിതയാണ്। इसका अर्थ जो है स्पष्ट रूप से आप खुद समझ सकते हैं। ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാകും। അങ്ങനെ ഒരു കവിതയാണത്। देखो, हताशा से एक व्यक्ति बैठ गया था। व्यक्ति को मैं नहीं जानता था, हताशा को जानता था, है ना। इसलिए मैं उस व्यक्ति के पास गया। एक व्यक्ति हताशा से बैठ गया था। ഹതാശ എന്താ? ഹതാശ നിരാശ എന്നാണ്. ഹതാശ നിരാശയുടെ കുറച്ചും കൂടെ തീവ്രമായ രൂപമാണ് ഹതാശ. നിരാശ എന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികമായിട്ടുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിക്കുന്നതോ ആണ് നിരാശയെങ്കിൽ, ഹതാശ അതിന്റെ കുറച്ചും കൂടെ തീവ്രമായ ഭീകരമായ ഒരു നിരാശയുടെ അങ്ങേയറ്റത്തെ രൂപമാണ് ഹതാശ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ രണ്ടിനും നമുക്ക് നിരാശ എന്ന അർത്ഥം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഓ വ്യക്തി കോൻ ഹേ മേ നഹീ ജാൻതാ. ആ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഇരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹതാശ കോ ജാൻതാ ഥാ. എനിക്ക് എന്തറിയാം? ആ മനുഷ്യൻ ഹതാശയാണ്, ആ മനുഷ്യൻ നിരാശയിലാണ്, എന്തോ വലിയ ദുഃഖത്തിലാണ് എന്ന് മാത്രമേ എനിക്കറിയാവൂ. പക്ഷെ ആ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയാ. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് പോയി. വ്യക്തി കോൻ ഹേ മേ നഹീ ജാൻതാ, മേ കോൻ ഹൂ ഓ വ്യക്തി ഭി നഹീ ജാൻതാ. ഞാൻ ആരാണെന്ന് ആ മനുഷ്യനും അറിഞ്ഞുകൂടാ, അദ്ദേഹം ആരാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ആ മനുഷ്യൻ എന്തോ അഗാധമായ ദുഃഖത്തിലാണ്. ഓ ഘോർ നിരാശ് മേ ഹൈ, ഹൈ നാ. इसलिए मैं उस व्यक्ति के पास गया. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എന്നാണ്. മുझे वो नहीं जानता था. ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിനും അറിഞ്ഞുകൂടായിരുന്നു. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ കൈ നീട്ടി എന്നാണ്. ആ മനുഷ്യൻ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അഗാധമായ ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ സാന്ത്വനിപ്പിക്കാൻ എന്റെ കൈക്കാകുമെങ്കിൽ അതാകട്ടെ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ കൈകൾ നീട്ടി എന്നാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? മേരാ ഹാത്ത് പകടുക്ക് ഓ ഖടാ ഹുവ. എന്റെ കയ്യിൽ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. മുझे वो नहीं जानता था. ഞാൻ ആരാണെന്ന് ആ മനുഷ്യനും അറിഞ്ഞുകൂടായിരുന്നു. മേരെ ഹാത്ത് ബഠാനെ കോ ജാൻതാ ഥാ. പക്ഷെ അദ്ദേഹത്തിന് അറിയാം എന്റെ കൈ അദ്ദേഹത്തിന് വേണ്ടിയാണ് നീട്ടിയതെന്ന്. അദ്ദേഹത്തിന് വേണ്ടി നീട്ടിയ കരങ്ങളാണ് എന്റേത് എന്ന് മാത്രമേ ആ മനുഷ്യന് അറിയാവൂ. ഞാൻ ആരാണെന്ന് ആ മനുഷ്യന് അറിയില്ല. അതായത് ആ മനുഷ്യൻ, അത് ഏതോ ഒരു മനുഷ്യനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് ഒരു ആശ്വാസമേകാൻ, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് സാന്ത്വനമേകാൻ ചെന്നയാളാണ് ഞാൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനസ്സിലായി? മേരെ ഹാത്ത് പകടുക്കർ വോ ഖടാ ഹുവാ. है ना। और मैं कौन हूं वो नहीं जानते थे, वे नहीं जानते थे। हम दोनों साथ चले. हम दोनों एक दूसरे को नहीं जानते थे, लेकिन साथ साथ चलना जानते थे. ഞങ്ങൾ ഒപ്പം നടന്നു കുറച്ചു ദൂരം. ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും, എങ്കിലും കുറച്ചു ദൂരം ഞങ്ങൾ ഒപ്പം നടന്നു എന്നാണ്. അപ്പൊ യഹാ ഇസ് കവിത മേ ജാന്ന ശബ്ദ കാ അർത്ഥ പൂരി തരഹ് ബദൽ ഗയാ ഹൈ. ജാന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായും മാറിയിരിക്കുക. ഓക്കെ, ഇപ്പോ നമ്മളൊരു വ്യക്തിയെ അറിയുക, ജാന്ന മേ ജാൻതാ ഹും, ഞാൻ അദ്ദേഹത്തെ അറിയുന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ പേരോ വയസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ
ജോലിയോ ഒക്കെ അറിയാമെങ്കിൽ ഞാൻ പറയോ എനിക്കറിയാവുന്ന വ്യക്തിയാണെന്ന് പറയും. ലേക്കിൻ യഹാ വിനോദ് കുമാർ ശുക്ല ജി की राय में അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് एक व्यक्ति को जानने का मतलब जो उसका नाम उम्र वहदा आदि जानना नहीं है, आदि को जानना नहीं है. ഒരു വ്യക്തി അറിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരോ വയസ്സോ മറ്റേ അഡ്രസ്സോ ഒന്നും അറിയുന്നതല്ല. फिर क्या है उसकी हताशा यानी उसके मन में जो भाव है उन भावों को जानना है. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ അറിയണം. എന്നാ മനുഷ്യക്കോ ജാന്നാ ഹെ, മനുഷ്യനെ അറിയണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ അറിയാമെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കവിതയുടെ വിനോദ് കുമാർ ശുക്ല ജി की एक कविता है, ये कविता की टिप्पणी है नरेश सक्सेना की. അതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ एक कविता के लिए हम टिप्पणी कैसे लिखना है അതും ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ओके, देखिए पहला अनुच्छेद. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. विनोद कुमार शुक्ल अपनी मौलिकता के साथ, मौलिकता का अर्थ है തനിമ, ഒരു എന്താ പറയാ തനത് ശൈലി എന്നൊക്കെ നമ്മൾ പറയും. ഒരു തന്റേതായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ തന്റേതായ ഒരു സ്ഥാനം ഉള്ള ഒരു മനുഷ്യനാണ് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യമേ ഉൻകോ അപ്ന അലഗ് സ്ഥാൻ ഹെ, അതാണ് എന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ നമ്മുടെ മലയാളത്തില് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ തനിമയാണ്. പിന്നെ ഭാഷയ്ക്ക് അൻഘടത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഭാഷയാണ് ബഷീർ की ഭാഷ. ഉസി പ്രകാർ വിനോദ് കുമാർ ശുക്ല, അതുപോലെ വിനോദ് കുമാർ ശുക്ല ജി ദോ ബാത്തോ കെ ലിയെ വിഖ്യാത് ഹെ, രണ്ട് കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. വിഖ്യാത് ഹെ, ഏക് മൗലികത, ദൂസര ഹെ ഭാഷാ की അൻഘടത. ഒന്ന് അദ്ദേഹത്തിന്റെ തനിമ, അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു തനിമയുണ്ട്, അദ്ദേഹത്തിന്റെ മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു തനിമ, ഒരു ശൈലി, ഒരു തനത് ശൈലി. ഫിർ ദൂസര ക്യാ ഹെ ഭാഷാ की അൻഘടത. രണ്ടാമത്തെ കാര്യം എന്താണ്? ഭാഷാ की അൻഘടത, ഭാഷയുടെ സ്വാഭാവികത, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ലാംഗ്വേജിൽ കവിത എഴുതുക എന്നുള്ളതാണ്. ഏ ദോനോ किंतु इस कविता में, പക്ഷെ ഈ കവിതയില് मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. തനിമയുണ്ട്, അദ്ദേഹത്തിന്റേതായിട്ടുള്ള തനതായിട്ടുള്ള ശൈലി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ एक कविता को कविता बनाने के लिए किन किन चीजों की जरूरत है वो भी जानते हैं. ഒരു കവിതയെ കവിതയാക്കുന്നതിന് വേണ്ടി അതിന് കുറച്ച് കാവ്യശില്പങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ശില്പത്തിനെ അല്ലെങ്കിൽ ഒരു കല്ലിനെ കൊത്തി ശില്പമാക്കുന്നത്? വളരെ സൂക്ഷ്മമായിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ, അതില് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് എങ്ങനെയാണോ ഒരു കല്ലിനെ നമ്മൾ ശില്പമാക്കി മാറ്റുന്നത്, അതുപോലെ കുറച്ച് വാക്കുകളെ കവിതയാക്കി മാറ്റണമെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം ജ്ഞാനിയാണ് ഇദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, കിന്തു ഈസ് കവിത മേ, ഈ കവിതയില് മൗലിക് ഹോനെ കെ സാത്ത് ഹി, അദ്ദേഹത്തിന്റെ തനിമയുണ്ട്, അതിനോടൊപ്പം തന്നെ കാവ്യശില്പ് കെ സിദ്ധ് കവി, കാവ്യശില്പ്, കവിതയുടെ ശില്പപക്ഷം, ഒരു കവിതയെ കവിതയാക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു കവിയാണ് വിനോദ് കുമാർ ശുക്ലജി എന്ന് അദ്ദേഹം നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരികയാണ്. കവിത കെ അർത്ഥ ഇത്നെ സഹജ് ഓർ സാഫ് ഹൈ कि उन्हें व्याख्या की दरकार नहीं है. दरकार का अर्थ है जरूरत, ആവശ്യം. കവിതാക്കാർത്ത് ഇപ്പൊ നമ്മൾ വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി, കവിതാക്കാർത്ത് ഇത്തന സരൾ സാഫ് ഹെ, വളരെ സിമ്പിൾ ആണ്, വളരെ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വ്യാഖ്യാൻ കി ദർക്കാർ, ഇതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വ്യാഖ്യ കി ദർക്കാർ നഹി ഹെ, एक्सप्लेनेशन की जरूरत नहीं है, व्याख्या करने की जरूरत नहीं है, क्योंकि अपने आप समझ सकते हैं, നമുക്ക് സ്വയം ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്യങ്ങള് സ്വയം അതിന്റെ മർമ്മ, അതിന്റെ സെന്റർ, അതിന്റെ കേന്ദ്രം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കവിതയുടെ മർമ്മം എന്താണ്, കവിതയുടെ കേന്ദ്രം എന്താണ്, ആ കവിത ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഇതിലുള്ള വാക്യങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. കാരണം സിമ്പിൾ വാക്കുകൾ ഉണ്ടാക്കിയ വാക്യങ്ങളാണ് ഇവയൊക്കെ.
അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം നമുക്ക് ഒരുപാട് തേടിപ്പോവേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇസ്ലിയെ ഇസ്മേ ജ്യാദാ വ്യാഖ്യ കർണയ്ക്ക് ജറൂരത്ത് ഭി नहीं है. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നരേഷ് സക്സേനാജി പറയുന്നത്. देखो അപ്പൊ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ നമ്മളൊരു ഭൂമികയാണ് കണ്ടത്. അപ്പൊ ആസ്വാദൻ टिप्पणी लिखते वक्त पहला भूमिका देना है. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की जरूरत है. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. देखो, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ കൈ നീട്ടിയെന്നാണ്. ആ മനുഷ്യൻ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അഗാധമായ ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ സാന്ത്വനിപ്പിക്കാൻ എന്റെ കൈക്കാകുമെങ്കിൽ അതാകട്ടെ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ കൈകൾ നീട്ടിയെന്നാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? മേരാ ഹാത്ത് പകടുക്കർ ഓ ഖടാ ഹുവ, എന്റെ കയ്യിൽ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. മുജേ ഓ നഹി ജാൻതാ ഥാ, ഞാൻ ആരാണെന്ന് ആ മനുഷ്യനും അറിഞ്ഞുകൂടായിരുന്നു. മേരെ ഹാത്ത് ബഠാനെ കോ ജാൻതാ ഥാ, പക്ഷെ അദ്ദേഹത്തിന് അറിയാം എന്റെ കൈ അദ്ദേഹത്തിന് വേണ്ടിയാണ് നീട്ടിയതെന്ന്. അദ്ദേഹത്തിന് വേണ്ടി നീട്ടിയ കരങ്ങളാണ് എന്റേത് എന്ന് മാത്രമേ ആ മനുഷ്യൻ അറിയാവൂ. ഞാൻ ആരാണെന്ന് ആ മനുഷ്യൻ അറിയില്ല. അതായത് ആ മനുഷ്യൻ, അത് ഏതോ ഒരു മനുഷ്യനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് ഒരു ആശ്വാസമേകാൻ, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് സാന്ത്വനമേകാൻ ചെന്നയാളാണ് ഞാൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനസ്സിലായി? മേരെ ഹാത്ത് പകടുക്കർ വോ ഖടാ ഹുവാ है ना, और मैं कौन हूं वो नहीं जानते थे, वे नहीं जानते थे. हम दोनों साथ चले, हम दोनों एक दूसरे को नहीं जानते थे लेकिन साथ साथ चलना जानते थे. ഞങ്ങൾ ഒപ്പം നടന്നു കുറച്ചു ദൂരം. ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടാം അങ്ങോട്ടും ഇങ്ങോട്ടും, എങ്കിലും കുറച്ചു ദൂരം ഞങ്ങൾ ഒപ്പം നടന്നു എന്നാണ്. അപ്പൊ യഹാ ഇസ് കവിത മേ ജാന്ന ശബ്ദ കാ അർത്ഥ പൂരി തരഹ ബദൽ ഗയാ ഹൈ. ജാന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോ നമ്മളൊരു വ്യക്തിയെ അറിയുക, ജാന്ന മേ ജാൻതാ ഹും, ഞാൻ അദ്ദേഹത്തെ അറിയുന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ പേരോ വയസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ, ജോലിയോ ഒക്കെ അറിയാമെങ്കിൽ ഞാൻ പറയോ എനിക്കറിയാലോ, എനിക്കറിയാവുന്ന വ്യക്തിയാണെന്ന് പറയും. ലേക്കിൻ യഹാ വിനോദ് കുമാർ ശുക്ല ജി കി റായ് മേ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് एक व्यक्ति को जानने का मतलब जो उसका नाम, उम्र, वहदा आदि जानना नहीं है, आदि को जानना नहीं है. ഒരു വ്യക്തി അറിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരോ വയസ്സോ മറ്റേ അഡ്രസ്സോ ഒന്നും അറിയുന്നതല്ല. फिर क्या है? उसकी हताशा यानी उसके मन में जो भाव है उन भावों को जानना है. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ അറിയണം. എന്നാ മനുഷ്യക്കോ ജാന്ന ഹെ, മനുഷ്യനെ അറിയണം, എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ അറിയാമെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കവിതയുടെ വിനോദ് കുമാർ ശുക്ല ജി की एक कविता है, ये कविता की टिप्पणी है നരേഷ് സക്സേന की. അതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ एक कविता के लिए हम टिप्पणी कैसे लिखना है അതും ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, देखिए पहला अनुच्छेद. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. विनोद कुमार शुक्ल अपनी मौलिकता के साथ, मौलिकता का अर्थ है തനിമ, ഒരു എന്താ പറയാ തനത് ശൈലി എന്നൊക്കെ നമ്മൾ പറയും. ഒരു തന്റേതായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ തന്റേതായ ഒരു സ്ഥാനം ഉള്ള ഒരു മനുഷ്യനാണ് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യമേ ഉൻകോ അപ്ന അലഗ് സ്ഥാൻ ഹെ, അതാണ് എന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ നമ്മുടെ മലയാളത്തില് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ തനിമയാണ്
പിന്നെ ഭാഷ की അൻഘടത, അൻഘടത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഭാഷയാണ്, ബഷീർ की ഭാഷ. ഉസി പ്രകാർ വിനോദ് കുമാർ ശുക്ല, അതുപോലെ വിനോദ് കുമാർ ശുക്ല ജി ദോ ബാത്തോ കെ ലിയെ വിഖ്യാത് ഹൈ, രണ്ട് കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. വിഖ്യാത് ഹൈ, ഏക് മൗലികത, ദൂസരാ ഹൈ ഭാഷ की അൻഘടത. ഒന്ന് അദ്ദേഹത്തിന്റെ തനിമ, അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു തനിമയുണ്ട്, അദ്ദേഹത്തിന്റെ മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു തനിമ, ഒരു ശൈലി, ഒരു തനത് ശൈലി. ഫിർ ദൂസറ ക്യാ ഹൈ ഭാഷ की അൻഘടത. രണ്ടാമത്തെ കാര്യം എന്താണ്? ഭാഷ की അൻഘടത, ഭാഷയുടെ സ്വാഭാവികത, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ലാംഗ്വേജിൽ കവിത എഴുതുക എന്നുള്ളതാണ്. ഏ ദോനോ കിന്തു ഇസ് കവിതാമേ, പക്ഷെ ഈ കവിതയില് मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. തനിമയുണ്ട്, അദ്ദേഹത്തിന്റേതായിട്ടുള്ള തനതായിട്ടുള്ള ശൈലി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏക് कविता को कविता बनाने के लिए किन किन चीजों की जरूरत है वो भी जानते हैं. ഒരു കവിതയെ കവിതയാക്കുന്നതിന് വേണ്ടി അതിന് കുറച്ച് കാവ്യശില്പങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ശില്പത്തിനെ അല്ലെങ്കിൽ ഒരു കല്ലിനെ കൊത്തി ശില്പമാക്കുന്നത്? വളരെ സൂക്ഷ്മമായിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ, അതില് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് എങ്ങനെയാണോ ഒരു കല്ലിനെ നമ്മൾ ശില്പമാക്കി മാറ്റുന്നത്, അതുപോലെ കുറച്ച് വാക്കുകളെ കവിതയാക്കി മാറ്റണമെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം ജ്ഞാനിയാണ് ഇദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, കിന്തു ഈസ് കവിതാമേ, ഈ കവിതയില് മൗലിക് ഹോനെ കെ സാത്ത് ഹി, അദ്ദേഹത്തിന്റെ തനിമയുണ്ട്, അതിനോടൊപ്പം തന്നെ കാവ്യശില്പ് കെ സിദ്ധ് കവി, കാവ്യശില്പ്, കവിതയുടെ ശില്പപക്ഷം, ഒരു കവിതയെ കവിതയാക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു കവിയാണ് വിനോദ് കുമാർ ശുക്ലജി എന്ന് അദ്ദേഹം നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരികയാണ്. കവിത കെ അർത്ഥ ഇത്നെ സഹജ് और साफ है कि उन्हें व्याख्या की दरकार नहीं है. दरकार का अर्थ है जरूरत, ആവശ്യം. കവിതാക്കാർത്ത് ഇപ്പൊ നമ്മൾ വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി, കവിതാക്കാർത്ത് ഇത്തന സരൾ സാഫ് ഹെ, വളരെ സിമ്പിൾ ആണ്, വളരെ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വ്യാഖ്യാൻ കി ദർക്കാർ, ഇതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വ്യാഖ്യ കി ദർക്കാർ നഹി ഹെ, എക്സ്പ്ലനേഷൻ की जरूरत नहीं है, व्याख्या करने की जरूरत नहीं है, क्योंकि अपने आप समझ सकते हैं, നമുക്ക് സ്വയം ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്യങ്ങള് സ്വയം അതിന്റെ മർമ്മ, അതിന്റെ സെന്റർ, അതിന്റെ കേന്ദ്രം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കവിതയുടെ മർമ്മം എന്താണ്, കവിതയുടെ കേന്ദ്രം എന്താണ്, ആ കവിത ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഇതിലുള്ള വാക്യങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. കാരണം സിമ്പിൾ വാക്കുകൾ ഉണ്ടാക്കിയ വാക്യങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം നമുക്ക് ഒരുപാട് തേടിപ്പോവേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇസ്ലിയെ ഇസ്മേ ജ്യാദാ വ്യാഖ്യ കർണേക്ക് ജरूरत भी नहीं है. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നരേഷ് സക്സേനാജി പറയുന്നത്. देखो, അപ്പൊ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ നമ്മളൊരു ഭൂമികയാണ് കണ്ടത്. അപ്പൊ ആസ്വാദൻ ടിപ്പണി ലിഖ്തേ വക്ത് पहला भूमिका देना है. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की जरूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. देखो, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही വ്യക്തി എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അദ്ദേഹത്തിന്റെ നിരാശയെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് जानने हमारी उस जानी पहचानी रूठी को तोड़ देती है जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है.
ഇവിടെ നമുക്ക് അറിയേണ്ടത് ഒരു വ്യക്തി മുസീബത്ത് മേ ഹെ और उसके लिए हमारी मदद की जरूरत है. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ആ വ്യക്തി അപകടത്തിലാണെന്നും അദ്ദേഹത്തിന് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്നും. और ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക, മനുഷ്യൻ മനുഷ്യനെ അറിയുക, അതാണ് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യാദ് ദിലാന, ഓർമ്മിപ്പിക്കുക. ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം. അവന്റെ ജാതിയോ മതമോ വേറെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ഘടകങ്ങളും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം. മനുഷ്യതാക്ക എഹസാസ് ഹോനാ ചാഹിയേ, മനുഷ്യത്വം ഉണ്ടാവണം. ആപ്പസി മാനവതാ കാ സംബന്ധ് ദൃഢ് രഹ്നാ ചാഹിയേ, പരസ്പര മനുഷ്യത്വത്തിന്റെ ബന്ധമാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നാണ് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ പാരഗ്രാഫാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ്. ക്യാ ഹെ ഏക വ്യക്തി കോ ജാനേ കാ മതലബ് ക്യാ ഹെ, ഒരു വ്യക്തിയെ അറിയുക എന്നാൽ എന്താണ്? അതാണ് നമ്മൾ അതിന്റെ ജാനി പെഹചാനി റൂഠി ക്യാ ഥി, അതിന്റെ ഒരു നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന പാരമ്പര്യം എന്തായിരുന്നു, എന്നാൽ അതൊക്കെ മാറിയിട്ട് ഇന്ന് ഒരു വ്യക്തിയെ അറിയുക എന്നാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കവിതയിലൂടെ. ഓക്കെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ ഈ കവിത ഹമേ യാദ് ദിലാത്തി ഹെ, ക്യാ യാദ് ദിലാത്തി ഹെ? മനുഷ്യ കി തര ജാനന ഹെ, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം. കവിത लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. കവിത ലഗാത്താർ നിരന്തരം തുടർച്ചയായിട്ട് ഈ ജാനിന നഹീം ജാനിന ഈ വാക്കുകളെ ഇങ്ങനെ ബയാൻ കർണ എക്സ്പ്ലെയിൻ ചെയ്യുക, വർണ്ണിക്കുക, വിവരിക്കുക. ഈ രണ്ട് വാക്കുകളെ വിവരിക്കുകയാണ്. അറിയുക, അറിയില്ല, ഈ രണ്ട് വാക്കുകളെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. शिल्प की इस बारीक कारीगरी को देखें. शिल्प की इस बारीक कारीगरी को देखें. ബാരീക്ക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായത് എന്നാണ് എന്റെ അർത്ഥം. കാരിഗരി എന്ന് പറഞ്ഞാൽ ശില്പവിദ്യ എന്ന് തന്നെയാണ് അർത്ഥം. സൂക്ഷ്മമായ ശില്പവിദ്യ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്ലിനെ എങ്ങനെയാണോ നമ്മൾ വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ പോലും നോക്കി അതൊക്കെ ശ്രദ്ധിച്ച് ഒരു ശില്പമാക്കി മാറ്റുന്നത്, അതുപോലെ ഒരു കവിതയാക്കി മാറ്റുന്നതിന് അതിൽ ഒരുപാട് സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കവിത ഇപ്പൊ നമ്മുടെ ഈ കവിത का निर्माण जानना और नहीं जानना ये दोनों शब्द से हुआ है. ഈ കവിതയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ജാനിന എന്നും നെഹീൻ ജാനിന എന്നും പറയുന്ന ഈ രണ്ട് വാക്കുകൾ കൊണ്ട് മാത്രമാണ്. ഈ രണ്ട് വാക്കുകളെ അതിമനോഹരമായി കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കവിതയാണ് ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ശില്പവിദ്യ, ആ കവിത എഴുതുമ്പോഴുള്ള ആ ശില്പവിദ്യ നമുക്ക് നോക്കാമെന്നാണ്. ശില്പവിദ്യയെ കുറിച്ചാണ് അടുത്ത പാരഗ്രാഫ് പറയുന്നത്. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. तो आ वरिകൾ ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായി. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा है. देखो, वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അയാൾക്ക് അദ്ദേഹത്തിന് എന്നെ അറിയില്ല, പക്ഷെ എന്റെ കൈ അദ്ദേഹത്തിന് വേണ്ടിയാണ് നീട്ടിയത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷെ ഒപ്പം നടക്കാൻ അറിയാമായിരുന്നു. അപ്പൊ ജാന്ന നഹീം ജാന്ന, ഇവിടെ ഈ നഹീം ജാന്ന ജാന്ന ഈ രണ്ട് വാക്കുകള് ഏക് ലോകഗീത് കി സ്ഥായിക്ക് തര. ലോകഗീത് കി സ്ഥായി, ലോകഗീത് മീൻസ് നാടൻ പാട്ട്. ഒരു നാടൻ പാട്ടിന്റെ സ്ഥായി പോലെ, വായ്ത്താരി പോലെ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണെന്നാണ്. ഇപ്പൊ ഒരു നാടൻ പാട്ട്, ഇപ്പൊ താരക പെണ്ണാളെ, ആ ഒരു നാടൻ പാട്ട് നമ്മൾ പാടുകയാണെങ്കിൽ എന്താണ്, തമ്പുരാനെത്തിയുടെ മുമ്പേ കരിഞ്ഞ തക തക താത്തിനന്ദന തെയ്താര തകതിനന്ദക തെയ്താര താത്തിനന്ദക തകതിനന്ദക താനതിനന്ദര തെയ്താര, അങ്ങനെ അങ്ങ് ഒരു വായ്ത്താരി പോകും. അപ്പൊ നമ്മൾ എവിടെയാണോ അവർ നിർത്തുന്നത്, ആ നിർത്തുന്നിടത്ത് നമുക്ക് അതിന്റെ വായ്ത്താരി പാടി പോകാൻ പറ്റും. അതുപോലെ ഇവിടെയും ഈ വരികളുടെ
എന്താണ് ഈ വരികളില് ജാന്ന നെഹീൻ ജാന്ന ഈ രണ്ട് വാക്കുകൾ ഒരു നാടൻ പാട്ടിന്റെ വായ്ത്താരി പോലെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബാർ ബാർ ലൗട്ട്താ ഹെ, വീണ്ടും വീണ്ടും കടന്നു വരുന്നുണ്ട്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിത മേ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ് ഇസ് ഖൂബി കെ സാത്ത്, ഇത്ര മനോഹരമായിട്ട് ഹിന്ദി കെ കിസ് കവിത മേ ആയാ ഹെ യാദ് നഹീ ഹെ. ഇത് ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. അതായത് ഒരു പ്രത്യേക ഈണത്തിലൊന്നും നമുക്ക് പാടാൻ പറ്റുന്ന കവിതയല്ല. ഗദ്യത്തിൽ വളരെ ക്യാ ഹെ, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, एक वाक्य है, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ, मुझे वो नहीं जानता था. അപ്പൊ ഇങ്ങനെ 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 ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണത്. एक ഗദ്യ കവിത है. പക്ഷേ ഈ ഗദ്യ കവിതയിലാണെങ്കിൽ, ഇതൊരു ഗദ്യ കവിതയാണെങ്കിൽ പോലും ഈ ഗദ്യ കവിതയിലുള്ള ഒരു ഗീതാത്മകത, ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധം, ഒരു താളബോധം ഉണ്ടല്ലോ, ഒരു താളം ഉണ്ടല്ലോ, ഒരു അടുക്കും ചിട്ടൈ, ഇത്ര മനോഹരമായിട്ട് ഹിന്ദിക്ക് കിസ് കവിത മേ ആയാ ഹെ യാദ് നഹീ ഹെ, ഹിന്ദിയിൽ മറ്റേതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മയില്ല. ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഹിന്ദിയിൽ ഒരുപാട് കവിതകളുണ്ടെങ്കിലും ഈ കവിതയിൽ ഉള്ളതുപോലെ ഒരു താളബോധം, ഒരു അടുക്കും ചിട്ടയും ഓക്കെ, അത് മറ്റേതെങ്കിലും ഒരു ഹിന്ദി കവിതയിൽ ഉള്ളതായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ് നരേഷ് സക്സേനാജി പറയുന്നത്. അത്ര മനോഹരമായ ഒരു താളബോധമാണ് ഇതിനുള്ളത്. ഇതൊക്കെയാണ് സൂക്ഷ്മമായ ശില്പവിദ്യ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുക്കും ചിട്ടയും വാക്കുകളുടെ ആ ഒരു അറേഞ്ച്മെന്റ്, അതിലൊക്കെ വളരെയധികം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുക, നരേഷ് സക്സേന പറയുകയാണ്, ഹിന്ദിയിൽ ഒരുപാട് ഗദ്യ കവിതകൾ ഉണ്ടെങ്കിലും ഇത്ര മനോഹരമായ ഒരു താളബോധം, അല്ലെങ്കിൽ താളബോധത്തിന്റെ എന്താ ഖൂബി കേസ്, ഇത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഹിന്ദിയിലെ മറ്റേത് കവിതയുണ്ട് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ജൈസെ കിസി ഗസൽ മേ ആഖരി ഷേർ കെ ആഖരി ശബ്ദ ശ്രോതാओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. क्या है? तो നമ്മൾ ഈ പറഞ്ഞ പോലെ एक गजल के, गजल आप जानते हैं, गजल उर्दू कविता को शायद गजल कहते हैं. बहुत सारे बहुत क्या है, ये सुनने में बहुत अच्छा है, बहुत सुरीला है. അപ്പൊ ഈ ഗസല് की आखिरी शेर के आखिरी शब्द, ഗസലിന്റെ അവസാനത്തെ ഷെയർ, അവസാനത്തെ വരികളുടെ അവസാനത്തെ വാക്ക്. ഇപ്പൊ നമ്മൾ ഈ നാടൻ പാട്ടിന്റെ നിർത്തിയിട്ട് എങ്ങനെയാണോ അതിന്റെ വായ്ത്താരി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് സ്വയം അത് പാടാൻ പറ്റുന്നത്. ഇപ്പൊ എന്താണ്, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, അവിടെയൊക്കെ നമ്മൾ നിർത്തുന്ന സമയത്ത് വീണ്ടും ആ കൂടിയിരിക്കുന്നവർ ആരാണോ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവര് അവർക്ക് ഇത് പാടാൻ പറ്റും. എന്താണ്, നിന്നെ കാണാൻ എന്നെക്കാളും അവരവിടുന്ന് തുടങ്ങുകയാണ്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആയാൽ പോലും ആ ബാക്കി ആ കേൾക്കുന്നവരുടെ നാവില് സ്വയം വരികയാണ്, തനിയെ വരികയാണ്. ഓക്കെ, അപ്പൊ ഒരു ഗസലിന്റെ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്ക് ശ്രോതാവും കെ, കേൾക്കുന്നവരുടെ ജുബാൻ ബർ, ജുബാൻ മാനെ ജീഫ്, നമ്മുടെ നാവില്, കേൾക്കുന്നവരുടെ നാവില് എങ്ങനെയാണോ തനിയെ കടന്നു വരുന്നത്, അവര് പാടുന്നയാൾ പാടി നിർത്തുമ്പോ തന്നെ ഈ കേൾക്കുന്നയാൾക്ക് അത് മനസ്സുകൊണ്ട് തനിയെ പാടാൻ കഴിയുന്നത് എങ്ങനെയാണോ അതുപോലെ ഇവിടെയും ഈ കവിത ഇപ്പൊ സാത്ത് സാത്ത് ചലന കെ ബാദ്, സാത്ത് സാത്ത് ചലന, അതിനുശേഷം യദി കവിത പാട്ട് രോക്ക് ദിയാ ജായേ, സപ്പോസ് ഈ കവിത പാടുന്നത്, കവിത ചൊല്ലുന്നത് നിർത്തിയാലും അത് കേൾക്കുന്നവർക്ക് പറയാൻ പറ്റും സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ. एक हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं അവിടെ നിർത്തിയാലും നഹീൻ ജാൻതാ ഥാ എന്ന് കേൾക്കുന്നവർക്ക് പറയാൻ പറ്റും. ഹതാശാക്കോ ജാൻതാ ഥാ, इसलिए मैं उस व्यक्ति के पास गया, मुझे वो व्यक्ति नहीं जानता था. അതുപോലെ എന്താണ്, ഹാത്ത് ബഠാനേക്കോ ജാൻതാ ഥാ, സാത്ത് സാത്ത് ചലന ജാൻതാ ഥാ എന്നൊക്കെ പറയുമ്പോ മനസ്സിലായില്ലേ എവിടെ. അപ്പൊ എങ്ങനെയാണോ ഒരു നാടൻ പാട്ടിന്റെ വായ്ത്താരി ആവർത്തിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഒരു ആവർത്തിച്ച് നമുക്ക് പാടാൻ കഴിയുന്നത്, അതുപോലെ ഒരു ഗസലിന്റെ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്കുകള് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തനിയെ പൂരിപ്പിക്കാൻ പറ്റുന്നത്, തനിയെ പറയാൻ പറ്റുന്നത്, പാടാൻ പറ്റുന്നത്, അതുപോലെ ഈ കവിത ഇടയ്ക്ക് വെച്ച് നിർത്തിയാലും ഇപ്പൊ സാത്ത് സാത്ത് ചലന അവിടെ വെച്ച് നിർത്തിയാലും ബാക്കി ജാൻതേ ഥേ എന്ന് കേൾക്കുന്നവർക്ക് പൂരിപ്പിക്കാനും കഹേങ്കി അവർക്ക് പറയാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ
इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പൊ വ്യക്തിക്കോ അവിടെ നിർത്തിയാലും നെഹീം ജാൻതേ थे നമുക്ക് പറയാൻ പറ്റും. ഹതാശാക്കോ നിർത്തിയാലും ജാൻതേ थे അല്ലെങ്കിൽ ജാൻതാ था പറയാൻ പറ്റും. वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए, അവിടെ വെച്ചാൽ കവിതാ പാട്ട് സ്റ്റോപ്പ് ചെയ്താൽ പോലും സുനനെ വാലെ കേൾക്കുന്നവർക്ക് ഖുദ് ബാക്കി പൂരാക്കർ ദേങ്കെ, സ്വയം അത് പൂരിപ്പിക്കാൻ പറ്റും, അവർക്കത് പറയാൻ പറ്റും. അവർ സ്വയം പൂരിപ്പിച്ച് പറയും. പൂരാക്കർ ദേങ്കെ അവർ കഹേങ്കെ ജാൻതേ थे. समझ लिया? ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल लेता है, ബദൽ ദേത്തി ഹെ. ഈ കവിത ഇപ്പൊ നമ്മൾ അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ജാന്ന എന്ന് പറയുന്ന വാക്കിന്റെ രൂഢീഗ്രസ്ത അർത്ഥം, പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അർത്ഥം, കീഴ്വഴക്കപ്രകാരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അർത്ഥം അതിനെ പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ്. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ആദ്യത്തെ രണ്ട് വരി നമുക്ക് 4 വരിയായിട്ട് എടുക്കാം. ആദ്യത്തെ 2 വരി എന്ന് പറയുമ്പോൾ एक हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था. 2 വരിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. हताशा को जानता था इसलिए मैं उस व्यक्ति के पास गया. 4 വരി. ഈ 4 വരിയിൽ തന്നെ ആ കവിതയുടെ അർത്ഥം പൂർണ്ണമായിട്ടുണ്ട്. ഏതോ ഒരു വ്യക്തി ഇരിക്കുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹം നിരാശനാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ നിരാശ അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എന്നാണ്. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, उसकी हताशा को जानता था इसलिए मैं उसके पास गया. ഈ 4 വരിയിൽ തന്നെ നമുക്കതിന്റെ ആശയം പൂർണ്ണമായിട്ടും എഴുതാൻ പറ്റും. ഈ 4 വരി തന്നാൽ തന്നെ എന്താണ് കവിയോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ആശയം നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 2 വരിയിൽ തന്നെ നമുക്ക് 4 ആയിട്ട് എടുക്കാം. ആദ്യത്തെ 4 വരിയിൽ തന്നെ കവി അപ്പനി പൂരി ബാത് കർ ദേത്താ ഹൈ, കവി തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളോടെ പറഞ്ഞു കഴിയുന്നു. ശേഷ പങ്ക്തിയാം, ഇനി ബാക്കിയുള്ള വരികൾ എന്തിനു വേണ്ടിയാണ്? ഉസേ കഹേ ഗയേക്കോ, ഈ പറഞ്ഞ കാര്യങ്ങളെ ഓർ സഖൻ ഓർ ഗഹര കർത്തി ഹേ, ഒന്നുകൂടെ സഖൻ ഓർ ഗഹര കർത്തി ഹേ, ഒന്നുകൂടെ ആഴവും പരപ്പുമുള്ളതാക്കാൻ വേണ്ടി, ഒന്നുകൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങളെ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയാണ് ബാക്കി വരികൾ. അതാണ് ഇപ്പൊ നമ്മുടെ ഭഗവത്ഗീതയില് എന്താ, അർജുന വിഷാദയോഗത്തിലെ അർജുനൻ എല്ലാ ബന്ധുമിത്രാദികളെയൊക്കെ കണ്ട് ആകപ്പാടെ പേടിച്ചു നിൽക്കുകയാണ്. അയ്യോ ഭഗവാനെ, ഞാൻ ഈ യുദ്ധം ചെയ്യേണ്ടത് എന്റെ ബന്ധുക്കളോടാണോ എന്നിങ്ങനെ പേടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് കൃഷ്ണന്റെ കൈത്താങ് കൊടുക്കുന്നത്. കൃഷ്ണനൊരു കൈത്താങ് കൊടുക്കുന്നത്. അർജുനൻ പറയുകയാണ്, സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുച്ഛ ശരീരേ മേ രോമഹർഷച്ഛ ജായതേ എന്ന് പറയുമ്പോ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് എന്റെ ശരീരമാകെ തളരുന്നു കൃഷ്ണ എന്ന് പറയുമ്പോ കൃഷ്ണൻ ആശ്വസിപ്പിക്കുന്നതാണ് ഭഗവത്ഗീതയുടെ ബാക്കി അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ആ ആശ്വസിപ്പിക്കാനായിട്ട് ഇപ്പൊ കൃഷ്ണന് പറയേണ്ട കാര്യങ്ങൾ 1 2 ശ്ലോകങ്ങളിലൂടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, ആ പറഞ്ഞു വെച്ച കാര്യങ്ങളെ ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള മുഴുവൻ ഉദാഹരണങ്ങളും മുഴുവൻ ശ്ലോകങ്ങളും പറയുന്നത്. അതുപോലെയാണ് ഇവിടെയും ആദ്യത്തെ 2 വരിയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ 4 വരിയിൽ തന്നെ കവിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുവെങ്കിൽ പോലും ബാക്കി വരികള് അതിന്റെ ഒന്നുകൂടെ സഖൻ ഓർ ഗഹര, ഒന്നുകൂടെ ഉറച്ചതാക്കാനും ഒന്നുകൂടെ ആഴവും പരപ്പമുള്ളതാക്കാനാണ് ബാക്കി വരികൾ ഉപയോഗിക്കുന്നത്. കവിത കാ സന്ദേശ് ഹേ, കവിതയുടെ സന്ദേശം ഇത്രയേ ഉള്ളൂ. दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. 2 മനുഷ്യർക്കിടയിൽ, കവിതയുടെ സന്ദേശം ഇത്രയേ ഉള്ളൂ, 2 മനുഷ്യർക്കിടയില് മനുഷ്യത്വത്തിന്റെ തോന്നലാണ് ഉണ്ടാവേണ്ടത്. മാനവീയ സംവേദന, മാനുഷിക വികാരങ്ങളാണ് ഉണ്ടാവേണ്ടത്. അവിടെ ജാൻകാരികൾ അല്ല, അല്ലെങ്കിൽ അറിവുകളല്ല. ഒരു മനുഷ്യന്റെ പേരോ വയസ്സോ അഡ്രസ്സോ അദ്ദേഹത്തിന്റെ ജോലിയോ അദ്ദേഹം എത്ര പൈസ സമ്പാദിക്കുന്നെന്നോ അദ്ദേഹം ഏത് മതത്തിലുള്ളതാണെന്നോ ഏത് ജാതിയിലുള്ളതാണെന്നോ അദ്ദേഹത്തിന്റെ കുലമഹിമ എന്താണെന്നോ ഇങ്ങനെയുള്ള ജാൻകാരികൾ അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എന്താണ് അറിയേണ്ടത്? ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ മാനവീയ സംവേദന, മനുഷ്യത്വപരമായ ഇമോഷൻസ്, മാനുഷിക വികാരങ്ങൾ, ആ മാനുഷിക വികാരങ്ങളുടെ ഒഴുക്കാണ് 2 മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ദോ മനുഷ്യോं के बीच മനുഷ്യത का एहसास, एहसास माने തോന്നുക, ഫീലിംഗ് ഉണ്ടാവുക എന്നൊക്കെയാണ് അർത്ഥമേ. 2 മനുഷ്യർക്കിടയിലുള്ള മനുഷ്യത്വത്തിന്റെ തോന്നൽ,
അല്ലെങ്കിൽ മാനുഷിക വികാരങ്ങളുടെ ഒഴുക്ക്, ആ ഒരു മാനുഷിക സംവേദന അതാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ ജാൻകാരിക നഹി ഹെ, ജാൻകാരികളല്ല. കിന്തു പക്ഷെ ഇതൊരിക്കലും ഉപദേശിക്കി തരാം, ഒരു ഉപദേശം പോലെ ഈ കവിതയിൽ വരുന്നില്ല. അതായത് ഇപ്പൊ എന്താണ് മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയണം അങ്ങനെയൊന്നുമില്ല. ഈ കവിതയുടെ അർത്ഥത്തിൽ നമ്മൾ എടുത്ത സന്ദേശമാണത്, അല്ലെങ്കിൽ നരേഷ് സക്സേനാജി എടുത്ത സന്ദേശമാണത്. കവിതയുടെ മൊത്തത്തിലുള്ള ആശയത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ സന്ദേശമാണ്. ഒരിക്കലും ഇത് ഒരു ഉപദേശമായിട്ട് ഈ കവിതയിൽ വരുന്നില്ല എന്നാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ദൂസര അധ്യായ്, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്: ഒന്ന്, ജാൻനെ കാ മതലബ് ക്യാ ഹെ, ജാൻനെ കാ അസ്സലി മതലബ് ക്യാ ഹെ, യഥാർത്ഥ അർത്ഥം എന്താണ്, അറിയുക എന്നതുകൊണ്ടുള്ള യഥാർത്ഥ അർത്ഥം എന്താണ്, അതിന്റെ പുരാന അർത്ഥ ക്യാ ഹെ, പഴയ അർത്ഥം രൂഢിഗ്രസ്ത് അർത്ഥ ക്യാ ഹെ, പാരമ്പര്യ പ്രകാരം ഉണ്ടായിരുന്ന അർത്ഥം എന്താണ് അത്. പിന്നെ കവിത की टिप्पणी आस्वादन टिप्पणी लिखते वक्त किन किन बातों में ध्यान देना है. ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഭൂമിക. ആ ഭൂമികയില് കവിത ക്യാ ഹെ, കവി കോൻ ഹെ ആദി കെ ബാരെ में, കവിത എന്താണ്, കവിതയുടെ പേരെന്താണ്, കവി ആരാണ്, ഈ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. ദൂസരെ അനുച്ഛേദ് में രണ്ടാമത്തെ പാരഗ്രാഫില് കവിത കാ വിശ്ലേഷൺ കർണ ഹെ, അതിന്റെ അർത്ഥവും അതിന്റെ തലങ്ങളും ഒക്കെ വിശദീകരിച്ച് എഴുതുക. അവർ അതിൽ തന്നെ നമുക്ക് ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതുമ്പോൾ തന്നെ ഇപ്പൊ ഏതെങ്കിലും രണ്ട് വരികൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വരികളെ നമുക്ക് കോട്ട് ചെയ്യാം. ഉസേ ഉല്ലേഖ് കർണേ കെ ബാദ് മുझे ये पंक्तियां पसंद इसलिए पसंद आया അത് കൊടുക്കാം. എനിക്ക് ഈ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ് എന്നും പറഞ്ഞ് അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏക് ഉപസംഹാർ, ഒരു കൺക്ലൂഷൻ കൊടുക്കാം. ആ കൺക്ലൂഷനിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാം, നമ്മുടേതായിട്ടുള്ള ഉദാഹരണങ്ങൾ എഴുതാം. ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ കവിതയുടെ പ്രാസംഗികത, റെലവൻസ് എന്താണെന്ന് എഴുതാം. ഓക്കെ, ഇന്നിപ്പോ ഹം സഭി ലോഗ് അപ്പനെ അപ്പനെ ഘർ മേ ബന്ദ് ഹെ ഏകദം, എല്ലാവരും അവരവരുടെ വീടുകളിൽ എന്താ പറയുന്നത്, ഒരു തരത്തില് ബന്ധനത്തിലാണ്. പണ്ട് കവി പറഞ്ഞതുപോലെ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്നാണ്. സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ടാലും ബന്ധനം ബന്ധനം തന്നെയാണ്. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ബന്ധനം ബന്ധനം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല, ആരോടും മിണ്ടാൻ കഴിയുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കൊന്നും സ്കൂളിൽ പോകാനോ ഓടിക്കളിക്കാനോ ഒന്നും പറ്റുന്നില്ല, ഭക്ഷണം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വല്ലാത്തൊരു വികാരം, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് സാന്ത്വനം മറ്റുള്ളവർക്ക് എങ്ങനെയാകാൻ പറ്റും? നമുക്ക് നമ്മുടെ ഫോണിൽ കോണ്ടാക്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കാം, മെസ്സേജ് അയക്കാം, സുഖമാണോ എന്ന് ചോദിക്കാം, അതൊക്കെ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുക എന്നുള്ളതാണ്. മനുഷ്യക്കോ ജാൻനാ ഹെ, വഹി ധന്യവാദം.